അപ്പോൾ ഇത് ഈ സിനിമയെക്കുറിച്ചോ അതിന്റെ കണ്ടന്റിനെ കുറിച്ചോ അല്ല, മറിച്ച് ഈ സിനിമയുമായി ബന്ധപ്പെട്ട് നടന്ന ഒരു പ്രത്യേക പ്രതിഭാസത്തെക്കുറിച്ചാണ്. ഇതിപ്പോൾ ഓർത്തെടുക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഇന്ന് രാവിലെ ടൊവിനോ തോമസിന്റെ പുതിയൊരു ചിത്രത്തിന്റെ ഒരു അനൗൺസ്മെന്റ് ടീസർ വന്നിരുന്നു. ചിത്രത്തിന്റെ പേര് പള്ളിച്ചട്ടമ്പി, സംവിധാനം ഡിജോ ജോസ്. അപ്പൊ അത് വളരെ ചുരുങ്ങിയ സെക്കൻഡുകൾ മാത്രമുള്ള ഒരു സംഗതി ആയിരുന്നെങ്കിലും അത് കണ്ടപ്പോൾ എനിക്കൊരു ARM വൈബ് അടിച്ചു. അപ്പോഴാണ് ARM എന്ന സിനിമയെക്കുറിച്ച് ഞാൻ ഈ കാര്യം ഓർക്കുന്നത്. അപ്പൊ എന്താണ് ആ കാര്യം എന്ന് ചോദിച്ചാൽ, മലയാളം പോലൊരു ചെറിയ ഇൻഡസ്ട്രിയെ സംബന്ധിച്ച് 100 കോടി കളക്ഷൻ കിട്ടുക എന്ന് പറയുന്നതൊക്കെ ഇപ്പോഴും വലിയൊരു കാര്യമാണ്. അങ്ങനെ ഒരു യുണീക് നമ്പറിൽ എത്തിപ്പെട്ട ഒരു സിനിമയാണ് ഈ ഒരു ചിത്രവും. എന്ന് വെച്ചാൽ ഒരു വമ്പൻ ഹിറ്റ്. പക്ഷേ ഇതുവരെ മലയാളത്തിൽ ഏതാണ്ട് 15ഓളം സിനിമകൾ 100 കോടിക്ക് മേലെ കളക്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ അതിൽ എല്ലാത്തിന്റെയും പേരെടുത്ത് പറഞ്ഞ് മുഷിപ്പിക്കുന്നില്ല, മറിച്ച് ഈ അടുത്ത് വന്ന 3-4 പേര് പറയാം. അതായത് ലോക, തുടരും, മഞ്ഞുമൽ ബോയ്സ് ആൻഡ് പ്രേമലു. അപ്പോൾ ഈ ചിത്രങ്ങൾ തന്നെയാണെങ്കിലും ഇനിയല്ല ലിസ്റ്റിലെ മറ്റു ചിത്രങ്ങൾ എടുത്താലും അവയൊക്കെയും പറ്റി ജനങ്ങൾ ഒരുപാട് കാലം ഡിസ്കസ് ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. എന്ന് വെച്ചാൽ സിനിമ തിയേറ്ററിൽ ഇരിക്കുമ്പോൾ, അത് കഴിഞ്ഞ് OTT വരുമ്പോൾ, ഇനി ഇതൊക്കെ കഴിഞ്ഞ് മാസങ്ങളും വർഷങ്ങളും കഴിഞ്ഞിട്ടാണെങ്കിലും ഒരു സിനി ഡിസ്കഷന്റെ രൂപത്തിലോ അല്ലെങ്കിൽ ഒരു മീമിന്റെയോ ട്രോളിന്റെയോ രൂപത്തിലോ ആ സിനിമകളെ കുറിച്ച് നമ്മൾ വീണ്ടും വീണ്ടും എന്തെങ്കിലുമൊക്കെ കണ്ടിട്ടുണ്ട്. എന്നാൽ ഈ സിനിമയ്ക്ക് അങ്ങനെ സംഭവിച്ചിട്ടില്ല. യെസ്, ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു പ്രതിഭാസം. ഇതൊരു പക്ഷേ എനിക്ക് മാത്രം തോന്നുന്നതാണോ, ഇതെന്റെ കൺമുന്നിൽ മാത്രം എത്തിപ്പെടാത്തതാണോ അറിയില്ല. പക്ഷെ ഈ സിനിമ വന്നതും ഇതിനെ ചുറ്റിപ്പറ്റിയുള്ള സംസാരങ്ങൾ നടന്നതും അതൊക്കെ അസ്തമിച്ചു പോയതും ഒക്കെ വളരെ പെട്ടെന്നായിരുന്നു. അപ്പോൾ ഇങ്ങനെ തോന്നിയ വേറെ ആരെങ്കിലും ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ബട്ട് ഇക്കണ്ട സിനിമാ പേജുകളിലൊക്കെ നിരന്തരം കറങ്ങി നടന്നിട്ടും എനിക്ക് ഈ സിനിമയെ ആളുകൾ അധികം ഡിസ്കസ് ചെയ്യാതെ മാറ്റി വെച്ചതായാണ് തോന്നുന്നത്.